ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹാറൂൺ. ഞാൻ ഒക്ടോബർ 22-ാം തീയതിയായിരുന്നു എക്സാം എഴുതിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുണ്ട്. താങ്ക്സ് ടു ആൻഡ്രൂ സാർ, ജെലിൻ മാം ആൻഡ് ഓൾ ദ മെഡ്വെഞ്ചർ ടീം. എനിക്ക് എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു വെൽ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു എക്സാം. ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് പോയത്. ഫയലിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു, വീഡിയോസൊക്കെ കുറച്ച് സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഒരു വെൽ പ്രിപ്പയർഡ് അല്ലാണ്ടാണ് ഞാൻ പോയത്. അതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ട് എനിക്ക് എക്സാം എഴുതുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മെഡിസിനൽ കെമിസ്ട്രി ഒരു 5 ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻ 6 ക്വസ്റ്റ്യൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫാർമക്കോളജി, നോൺ ഫാർമക്കോളജി എല്ലാ സൈഡിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൺ ലൈൻ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫയലിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ സെയിം ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാണാത്ത ക്വസ്റ്റ്യൻസും, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എക്സാം എഴുതാൻ പോകുന്നവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സ്കിപ്പ് ചെയ്യാണ്ട് ഞാൻ വീഡിയോസ് അത്യാവശ്യം കണ്ട് ഫയൽ ഒന്ന് രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് പോയത്. കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫയലിലാണ് എന്തായാലും. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ഫയലിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ക്ലാസ്സൊക്കെ അത്യാവശ്യം നല്ലോണം കേൾക്കുക. കൂടുതൽ സ്കിപ്പ് ചെയ്യാണ്ട് പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാലേ ഒരു കോൺഫിഡൻസോടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ മെൻറ്ററായിട്ടുള്ളത് ജെലിൻ മാം ആയിരുന്നു. മാം എന്നെ അത്യാവശ്യം നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാറുണ്ട്. എന്തായാലും ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക്